ഹലോ ഗൈസ്. അപ്പോൾ രാവിലെ കട്ടൻ കാപ്പി. അപ്പോൾ ഇന്നലെ ഓട്ടം ഉണ്ടായിരുന്നു. അതിൽ ഓട്ടം പോയിട്ട് 3 മണിയായി വന്നപ്പോൾ. 3 മണിക്ക് വന്ന് വെളുപ്പിനെ 3 മണിക്ക് വന്ന് കയറി കിടന്നിപ്പോൾ എഴുന്നേറ്റ് രാവിലെ കട്ടൻ കാപ്പി കുടിക്കുക. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ട്. പൊതുവേ ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ നല്ല മഴയാണല്ലോ, എല്ലായിടത്തും നല്ല മഴയാണ്. ഇവിടെ പിന്നെ കുറച്ച് കൂടുതൽ പെയ്താലേ ഉള്ളൂ എൻ്റെ നാട്ടിൽ. അപ്പോൾ എന്ത് വന്നാലും രാവിലെ മഴയായതുകൊണ്ട് കാപ്പിയൊക്കെ കുടിക്കുന്ന ഓട്ടമുണ്ട്. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് പോകണം. അപ്പം കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. രാവിലെ ഉള്ള കട്ടൻ കാപ്പി കുടിക്കുന്നത് എൻ്റെ ഒരു ചെറിയ ശീലമാണ്, കുഞ്ഞൊരു ശീലം. ഒരുപാടൊന്നും കുടിക്കത്തില്ല, ഒരു അരക്കപ്പ് എല്ലാം കുടിച്ചു. അപ്പോൾ ഇത് പനയുടെ മണ്ടയ്ക്കൊരു വേഴാമ്പലിരിപ്പുണ്ട്. ഞാൻ അതിനെ സൂം ചെയ്ത് നോക്കിയത് കിട്ടിയില്ല. ഈ പനമുടിക്കിടയിൽ നനയാതെ ആശാൻ കയറിയിരിക്കുക. അപ്പോൾ നല്ല മഴയായത് കാരണം മഴത്തുള്ളി വീഴുന്തോറും ഈ ഇലകളൊക്കെ നൈസായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്താണെന്നില്ല, എന്നാ മഴയത് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. എത്ര നാളായെന്നറിയാം മഴ ഇങ്ങനെ തുടങ്ങിയിട്ട്. ഇന്ന് മാറും നാളെ മാറും എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ന്യൂനമർദ്ദം കയറും, വീണ്ടും വാർത്ത വരും, ന്യൂനമർദ്ദം കയറി മഴ ഇനി ഒരു 6 ദിവസത്തേന് ഇല്ലെങ്കിൽ ഒരു 5 ദിവസത്തേന് ഇതിങ്ങനെ തന്നെ നിൽക്കും. രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു മഴ പെയ്യുന്നതിൻ്റെ പുകയാണ്, പക്ഷേ ഇത് ശരിക്കും നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ കോട ഇങ്ങനെ നമ്മുടെ വീട് വരെ മൊത്തം മൂടും. അമ്മാതിരി കോടയായിരിക്കും രാവിലെ. എന്തായാലും ചെടികളൊക്കെ നിന്ന് നനയുന്നത് കാണാൻ നല്ല രസമുണ്ട് രാവിലെ തന്നെ. എല്ലാം നല്ല തണുത്ത് വിറച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ കാറ്റടിക്കുന്നുണ്ട്. മുമ്പേ നല്ല കാറ്റുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. എന്തായാലും എൻ്റെ ചെടിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാകുമ്പം സ്ഥിരം എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇവിടെ പിന്നെ ഇച്ചിരി തൂക്കമായ സ്ഥലമായതുകൊണ്ട് നല്ലപോലെ വെള്ളം ഒലിച്ചിറങ്ങിപ്പോവും. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തൂക്കമുള്ള സ്ഥലമാണ്, നിരപ്പല്ല. അത് കാരണം കയറ്റത്തുനിന്ന് വരുന്ന വെള്ളം മൊത്തം ഇതിലിങ്ങനെ ചാടി മറിഞ്ഞ് അങ്ങ് താഴെ ആറ്റി ചെല്ലും. ഞങ്ങളുടെ താഴെ ആറുണ്ട്, ഇവിടെ പമ്പയാറ്.